CMR എക്സാലോജിക് ഇടപാട് കേസിൽ അന്വേഷണം പിണറായി സർക്കാരിലേക്കും വ്യാപിപ്പിക്കാൻ ഇഡി. വീണയ്ക്ക് CMR-ലുമായി കരാർ തരപ്പെടുത്തിയ അതിലും അന്വേഷണം നടക്കും. ആദ്യം പിണറായി സർക്കാരിന്റെ കാലത്ത് CMR-ലിന് എന്തെങ്കിലും വഴിവിട്ട ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. വീണാച്ചിയുടെ മൊഴികളിൽ ഇപ്പോഴും പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് ഇഡി. കൊച്ചിയിൽ നിന്ന് അരുൺ ശങ്കർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ ശങ്കർ, ഗുഡ് മോർണിംഗ്. ഇന്നലെ 9 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു ഉണ്ടായിരുന്നത്. വീണ്ടും വിളിപ്പിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഇതിലൊക്കെ ഈ മൊഴികളിലൊക്കെ അവ്യക്തത എന്ന് ഇഡി പറയുന്നു. മറ്റൊന്ന്, പിണറായി വിജയനിലേക്കും ഈ കാര്യങ്ങൾ അന്വേഷണം എത്തും എന്നതാണ്. എന്താണ് വിവരങ്ങൾ? CMR എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് 2 ദിവസം വീണ ടിയെ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ വീണയുടെ മൊഴികളിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇഡി അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് വീണ്ടും വിളിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ 2 കമ്പനികൾ തമ്മിൽ, അതായത് CMR-ലും എക്സാലോജിക്കും തമ്മിൽ എങ്ങനെ കരാറിലെത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ അതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്ക് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ CMR-ൽ നിന്ന് ലഭിച്ച 2,72,00,000 രൂപ എങ്ങനെ വിനിയോഗിച്ചു എന്നത് സംബന്ധിച്ചും വ്യക്തമായ മറുപടി നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണയെ വീണ്ടും അന്വേഷണ സംഘം വിളിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ആഴ്ച തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകും. അതോടൊപ്പം തന്നെയാണ് ഈ അന്വേഷണം ഒന്നാം പിണറായി സർക്കാരിലേക്കും നീളുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. കാരണം ഏത് സാഹചര്യത്തിലാണ് ഈ CMR-ലും എക്സാലോജിക്കും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ CMR-ലിന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള വഴിവിട്ട സഹായം ലഭിച്ചിട്ടുണ്ടോ, അതിൻ്റെ പ്രത്യുപകാരമായിട്ടാണോ ഇത്തരത്തിലൊരു കരാർ അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ മകൾ വീണ ടിയുടെ കമ്പനിക്ക് നൽകിയത് എന്നുള്ളതാണ് ഇഡി അന്വേഷിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന ഉണ്ടാകും. വീണയുടെ സ്വത്ത് വിവരങ്ങളിലും കൃത്യമായ പരിശോധനകൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇഡി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ കേസിൽ ഒരു സമഗ്രമായ പരിശോധന നടത്തി ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, അതായത് ഈ കരാർ എന്ന് പറയുന്നത് കരാറിലൂടെ ഒരു തരത്തിലുള്ള സേവനവും വീണയുടെ കമ്പനിയായ എക്സാലോജിക് CMR-ൽ നൽകിയിട്ടില്ല. അപ്പോൾ ഇല്ലാത്ത സേവനത്തിനാണ് വീണ ടിക്ക് പണം കൈപ്പറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ് ഇഡി കണ്ടെത്താൻ ശ്രമിക്കുന്ന ഉത്തരം. അതിനു വേണ്ടിയിട്ടാണ് ഒന്നാം പിണറായി സർക്കാരിൽ CMR-ൽ ലഭിച്ച അല്ലെങ്കിൽ സേവനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. ഈ സേവനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ ഇത്രയും കാലമായും പരിശോധിച്ചിട്ടും അതിലൊരു വ്യക്തത ഇഡിക്ക് വരുത്താൻ കഴിഞ്ഞിട്ടില്ല. വീണയെ പലതവണയായി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ടും വ്യക്തത വരുത്താൻ കഴിഞ്ഞില്ല. പല രേഖകളും ശേഖരിച്ചു. 134 രേഖകൾ SFIയുടെയും ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൻ്റെതുമായ ചോദ്യം ചെയ്യലുകളുടെ രേഖകളും എല്ലാം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു ഇഡി. അതിൽ നിന്നും ഒന്നും വ്യക്തത വരാതെ ഇനിയും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കും, സമൻസ് അയക്കുമെന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺ, തീർച്ചയായിട്ടും ഈ നൽകുന്ന മൊഴികൾ കൃത്യമായി പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വിളിപ്പിക്കുന്നത്. അതോടൊപ്പം ഈ കാര്യം സ്ഥാപിക്കണമെങ്കിൽ, അതായത് ഇല്ലാത്ത സേവനത്തിന് CMR-ൽ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനും വീണയ്ക്കും പണം നൽകി എന്നുള്ളത് സ്ഥാപിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അന്നത്തെ പിണറായി സർക്കാർ CMR-ലിന് വഴിവിട്ട സഹായം ചെയ്തു എന്ന് സ്ഥാപിക്കേണ്ടി വരും. കാരണം ആ കാര്യങ്ങൾ കണക്ക് ചെയ്താൽ മാത്രമേ ഇതിലൊരു അഴിമതി ഉണ്ട് എന്ന് ഇഡിക്ക് സ്ഥാപിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് അത്തരത്തിലൊരു അന്വേഷണം നടത്തുന്നത്. CMR-ലിൻ്റെ അല്ലെങ്കിൽ ഈ കേസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആദായ നികുതി വകുപ്പിൻ്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഇല്ലാത്ത സേവനത്തിന് CMR-ൽ വീണയ്ക്ക് പണം നൽകി എന്നുള്ളതാണ്. അപ്പോൾ അത് നൽകിയത് ഇല്ലാത്ത സേവനത്തിനാണ്. അത് എന്തുകൊണ്ട് നൽകി എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ കേസിന്റെ ആധാരം എന്ന് പറയുന്നത്. ആ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കേസുമായിട്ട് ഇഡിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യത്തിലേക്കും ആ ഒരു ഉത്തരത്തിലേക്കും ഇഡി പോകാൻ ശ്രമിക്കുന്നത്.